ഗൈസ് നമ്മളെന്തൊരു സംഭവം കാണാൻ നിൽക്കുന്നത്. എന്താ കാണാൻ നിൽക്കുന്നത് പറഞ്ഞാൽ എൻ്റെ വീട്. അതെ, പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഹോം ടൂർ ആയിരിക്കും. എന്താണെന്ന് നമുക്ക് കണ്ടാലോ. എത്ര വർഷം പഴക്കമുണ്ടാ വീടിന്? എത്ര വർഷം പഴക്കമുണ്ട് വെച്ചാ? എത്ര വർഷം പഴക്കമുണ്ട്? 400 years. അതെ, 400 years പഴക്കമുള്ള പാപ്പിയുടെ വീട് കാണാൻ നമ്മളിപ്പോൾ പോവാണ്. നമുക്ക് കണ്ടാലോ. എന്ത് നമ്മുടെ കോട്ടയിലേക്ക് സ്വാഗതം. നമ്മുടെ കോട്ടന്നല്ലല്ലോ, അതൊക്കെ അങ്ങനെയൊക്കെ മതി. കോട്ടയിലേക്ക് സ്വാഗതം. പാപ്പിന്റെ ചരിത്രം പറയടാ. ചരിത്രമൊന്നും എനിക്കറിയത്തില്ല. എന്നാ പറയും. പഴയ തറവാട. നമ്മൾ ശരിക്കും ഇവിടെ ഉള്ളതല്ലായിരുന്നു, തൃക്കാക്കരയായിരുന്നു നമ്മുടെ ഇല്ലം. പിന്നെ ഇവിടെയുള്ള മുത്തശ്ശന്മാര്, അതായത് അച്ഛൻ്റെയൊക്കെ മുതുമുത്തശ്ശന്മാരുടെ കാലത്ത് എന്തോ ഇവിടെ വന്നേക്കണമെന്നാണ് പറഞ്ഞു കേട്ടേക്കണേ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറിയതാണ്. പണ്ടുണ്ടായിരുന്നവർക്ക് ഇവിടെ അമ്പലവും ഇതൊക്കെ നോക്കാണ്ട് അന്യാധീനപ്പെട്ട് പോകുന്നു പേടിച്ചിട്ട് അവിടെയുള്ള നമ്മളെ ഇങ്ങോട്ടേക്ക് താമസിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. അവര് അന്നത്തെ ആൾക്കാര് ആ രാജഭരണ കാലത്താണ്. ആ സമയത്ത് അവിടെയുള്ള നമ്മളെ ഇങ്ങോട്ടേക്ക് മാറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയണേ. അത്രയൊക്കെ കഥ എനിക്കറിയില്ല, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെയാ പറയുന്നത്. അപ്പൊ അത്രയും വർഷം രാജഭരണ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഇതാണ്. പണ്ടത്തെ ഒരു സാധനം കണ്ടോ, ഈ മഴു. കൊറേ ഉണ്ടല്ലേ അകത്ത് അറയിലോട്ടൊക്കെ ചെന്ന് പഴയ സാധനങ്ങൾ ഇഷ്ടം പോലെ അറകളൊക്കെ മറ്റേ തുറക്കാണ്ട് വെച്ചിട്ടുണ്ട്. അറയൊക്കെയുണ്ട്, കൊറേ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അത് വീഡിയോയിൽ പറയുന്നില്ല. കുറെ ഉണ്ട്. അത് മറ്റേ വലിയ ഉരുളി. പണ്ടത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, കൂട്ടുകുടുംബല്ലേ. അപ്പൊ ആ സമയത്ത് വലിയ ഉരുളി, അത് ഇളക്കാനുള്ള ചട്ടക്കൊക്കെ വലുത്. ഇപ്പൊ നിങ്ങള് ഈ കൊട്ടാരം ബേസിൽ അങ്ങനത്തെ ഒക്കെ കാണാൻ പോകുമ്പോൾ കാണാൻ പറ്റും. എന്നാലും വലിയ വലിയ സാധനങ്ങൾ ഒരുപാട് ഇരിപ്പുണ്ട്, നല്ല പഴയ സാധനങ്ങൾ. അതൊന്നും ഇപ്പൊ എടുക്കാറില്ല. ആറായിട്ട് ഉള്ളിലുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് നിരവധി റൂമുകളിൽ ഒരു അതിന്റെ അണ്ടർഗ്രൗണ്ടിലോട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് വെച്ചാൽ അതിന്റെ ഉള്ളിലും സാധനങ്ങൾ വെക്കാൻ പാകത്തിന് അണ്ടർഗ്രൗണ്ട്. അതൊന്നും തുറന്ന് ഞാനും കണ്ടിട്ടില്ല. ഇത് അടിയിലോട്ടൊന്നും ഞാനും കണ്ടിട്ടില്ല. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നും അറിയില്ല. സങ്കല്പങ്ങളുണ്ട് ഗൈസ്. നിങ്ങൾ ഗസ്റ്റ് ചെയ്തോളൂ എന്തൊക്കെയായിരിക്കുന്നു.